ഭിന്നശേഷിയുള്ള കുട്ടികളുടെ പുനരധിവാസത്തിനായി നിർമ്മിച്ച മാതൃകാ ശിശു പുനരധിവാസ കേന്ദ്രം പഴശ്ശി കന്നാട്ടുംകാവിൽ പ്രവർത്തനം തുടങ്ങി. നഗരസഭയുടെ പഴശ്ശിരാജ ബഡ്സ് സ്കൂളിന്റെ പ്രവർത്തനം ഇവിടേക്ക് മാറ്റി. പ്രവേശനോത്സവം കെ ശൈലജ MLA ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സാമൂഹ്യനീതി വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലാണ് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പ്രശ്നങ്ങൾ വരുന്നത്. ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളെന്ന നിലയിൽ നമ്മുടെ നാട്ടിലെ ബഡ്സ് സ്കൂൾ ഏറ്റവും നല്ലൊരു സ്ഥാപനമായിട്ട് മാറ്റണമെന്ന് അന്ന് ആഗ്രഹിച്ചിരുന്നു. അതിലെ തൃശ്ശൂർ ഒരു സ്ഥാപനമുണ്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ, നിപ്മർ എന്നാണ് പേര്. അത് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കുള്ള ലോകോത്തര സ്ഥാപനമാണ്. ലോകോത്തര സ്ഥാപനമാക്കിയത് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്താണ്. ഏറ്റവും നല്ല ബഡ്സ് സ്കൂൾ എവിടെയാണ് എന്ന് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ദുബായിലെ ഓട്ടിസം സെന്ററാണ് ഏറ്റവും ആധുനികമായിട്ടുള്ളതെന്ന് ആളുകൾ പറഞ്ഞു. ഞാൻ എൻ്റെ കൂടെ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി പ്രവർത്തിക്കുന്ന കഴിഞ്ഞ ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള മെഡിക്കലായിട്ടുള്ള ഡോക്ടർ ഉണ്ടായിരുന്നു. ഡോക്ടർ മുഹമ്മദ് അഷീം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ദുബായ് ഹെൽത്ത് ഫോറത്തിന് ആരോഗ്യവകുപ്പ് മന്ത്രിയെ ക്ഷണിച്ചപ്പോൾ ഞാൻ ആ പോന്ന പോക്കിൽ ഡോക്ടർ അഷീമിനെയും കൊണ്ടുപോയി ദുബായ് ഓട്ടിസം സെന്റർ കാണുകയായിരുന്നു ഉദ്ദേശം. അങ്ങനെ ദുബായ് ഓട്ടിസം സെന്റർ എന്ന് കണ്ടപ്പോൾ വലിയൊരു സ്ഥാപനമാണ്. അതിനകത്ത് കുട്ടികൾക്ക് ഭിന്നശേഷിക്കാരായ കഴിഞ്ഞ ഫെബ്രുവരി 11-നാണ് മന്ത്രി ആർ ബിന്ദു കെട്ടിടം ഉദ്ഘാടനം ചെയ്തത്. കൂടുതൽ ആധുനിക സൗകര്യങ്ങൾ ഒരുക്കേണ്ടതിനാൽ പുതിയ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറ്റിയിരുന്നില്ല. സാമൂഹിക നീതി വകുപ്പിന് കീഴിൽ 3.5 കോടി രൂപ ചെലവഴിച്ചാണ് പഴശ്ശി കന്നാട്ടുംകാവിൽ മാതൃകാ ശിശു പുനരധിവാസ കേന്ദ്രം നിർമ്മിച്ചത്. കുട്ടികൾക്ക് എല്ലാ മേഖലയിലുമുള്ള പരിചരണവും ശ്രദ്ധയും ഇവിടെ ലഭ്യമാകും. ഇത്തരത്തിലുള്ള ജില്ലയിലെ ആദ്യത്തേതും സംസ്ഥാനത്തെ ഏറ്റവും വലിയ രണ്ടാമത്തേതുമായ ഷെൽട്ടർ ഹോം ആണിത്. 2016-ൽ കെ ശൈലജ ആരോഗ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് കേന്ദ്രത്തിൻ്റെ നിർമ്മാണം തുടങ്ങിയത്. നഗരസഭാ ചെയർമാൻ N ഷാജിത്ത് അധ്യക്ഷനായി. ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ M രതീഷ്, മാലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് V ഹൈമാവതി, നഗരസഭാ ഉപാധ്യക്ഷ O പ്രീത, K ഭാസ്കരൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ P ശ്രീനാഥ്, P പ്രസീന, VK സുഗതൻ, പ്രിൻസിപ്പൽ C രജനി, കൗൺസിലർമാരായ PP അബ്ദുൽ ജലീൽ, K ശ്രീന, K രജത എന്നിവർ സംസാരിച്ചു. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.